ഹലോ, ദിസ് ഈസ് ഗ്രാൻഡ് സ്പീക്കർ പ്രദീപ് കുമാർ. 50 ദിവസം 50 സ്പീച്ച് ടെക്നിക്സ്. ടിപ്പ് നമ്പർ 3. ഒരു പ്രസംഗത്തില് ആദ്യ ഭാഗം എങ്ങനെ തുടങ്ങണം എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടാകും. സ്റ്റാർട്ടിങ് ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ എൻഡിങ് ബെസ്റ്റ് ആകും. ഓക്കെ, സോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറില്ലേ, അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് പറയണം? ഓപ്പണിംഗ്, ബോഡി, കൺക്ലൂഷൻ, ബിഗിനിങ്, ബോഡി, കൺക്ലൂഷൻ, BBC എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 25 ടെക്നിക്കുകളുണ്ട് എന്ന് പറയുക. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഒരു 4-5 ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ ഗംഭീരമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു പ്രസംഗം ആരംഭിക്കാം. മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര പേരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് ചോദിക്കാം. മൊബൈൽ ഫോൺ ഒന്ന് ഉയർത്തി കാണിച്ചേ, അങ്ങനെ പറഞ്ഞ് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രസംഗം ആരംഭിക്കാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മരിച്ച, ആത്മഹത്യ ചെയ്ത എത്ര പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ആ ഒരു ചോദ്യം ചോദിക്കാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിച്ച ഒരു കുട്ടിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയും ഒരു പ്രസംഗം നിങ്ങൾക്ക് ആരംഭിക്കാം. മൊബൈൽ ഫോൺ ജീവിതങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? ആ ചോദ്യവുമാകാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വിജയം കൈവരിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് ആരംഭിക്കാം. അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം ജീവിത വിജയം നേടിയ ആളുകളുടെ എണ്ണമോ, അല്ലെങ്കിൽ പരാജിതരായിട്ട് ജീവിതത്തെ എഫക്റ്റായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ച ആളുകളുടെ എണ്ണമോ കാണിച്ചുകൊണ്ട് ഒരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തും നിങ്ങൾക്ക് ആ പ്രസംഗം ആരംഭിക്കാം. അതുപോലെ 25 പരം സൂത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു പ്രസംഗം ആരംഭിക്കാം. എല്ലാം ഉപയോഗിക്കട്ടെ കേട്ടോ. 2-3 ടെക്നിക്കുകൾ പഠിച്ചു വെക്കുക, എന്നിട്ട് പ്രസംഗം ആരംഭിച്ചു നോക്കൂ. അതിമനോഹരമായിരിക്കും. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ബെസ്റ്റ് ഇംപ്രഷൻ ഗംഭീരമായിരിക്കും. താങ്ക് യു സോ മച്ച്.